ഇന്ന് ഞാൻ കാണിക്കുന്നത് മൈദയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി, എന്തായാലും ഇഷ്ടമാവും. വൈകുന്നേരം കുട്ടികൾ ക്ലാസ്സും വിട്ട് വരുന്ന സമയത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇഫ്താറിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളിത് പൊരിക്കുകയും കരിക്കുകയൊന്നും വേണ്ട. അപ്പം നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു. ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. മുട്ട ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട ഉണ്ടെങ്കിലും ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത്. എന്നിട്ട് ഇതാ കണ്ടില്ലേ, ഇതേപോലെ അടിച്ചെടുക്കുക. അധികം കട്ടി വേണ്ട കേട്ടോ, കുറച്ച് നേർത്തിട്ട് തന്നെ നിന്നോട്ടെ. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട, ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കറക്റ്റ് പഴുപ്പുള്ള ഒരു പഴമാണ്. അപ്പോൾ ഇതാ ചെറിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് എടുക്കാം കേട്ടോ, പശു നെയ്യിലെ അതെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വന്നതിന് ശേഷം കേട്ടോ. പഴം നല്ലോണം തന്നെ വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പഞ്ചസാര കുറവ് ചേർത്ത് കൊടുത്തത്. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പഴം പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പഴം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 2 പിടി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ വേണ്ട, കുറച്ച് മാത്രം മതി. എന്നിട്ട് ഒന്നും കൂടി ഇത് മിക്സ് ആക്കി കൊടുക്കുക. നല്ലോണം തന്നെ മിക്സ് ആക്കി എടുക്കുക. ആ ഒരു തേങ്ങൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് നിൽക്കണ്ടിട്ടാണ് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം മതി. നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തത് കൊണ്ട് തന്നെ നെയ്യ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കുറച്ച് നേരം ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിപ്പം കറക്റ്റ് പാകമാണ്, ഇത്രയും മതിയാവും. ഇനിയിപ്പം ഫ്ലെയിം ഓഫാക്കാം. ഞാനിവിടെ ദോശക്കല്ല് ചൂടാകാൻ വെച്ചിന് കേട്ടോ. നമ്മൾ നേരത്തെ അടിച്ച് വെച്ച മാവില്ലേ, അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ ദോശ ആക്കുന്നില്ല അതുപോലെ തന്നെ നല്ല നൈസാക്കിയിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചുട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വിട്ടു കേട്ടോ. തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. ഓയിൽ എടുക്കരുത് കേട്ടോ, വെളിച്ചെണ്ണ തന്നെ എടുത്തോ. നല്ലതാണ് ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ചെയ്യുന്ന സമയത്ത്. ഓരോ ദോശയും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇഷ്ടമല്ലെങ്കിൽ നെയ്യ് കൊണ്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നെയ്യ് ഇതേപോലെ തേച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അധികം നേരം അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മുഴുവൻ ദോശയും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല താള് പോലെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ?
ഇതേപോലെ ചെയ്തെടുത്തിട്ട് നമ്മളിത് ചെയ്ത് വെക്കുന്നതിനനുസരിച്ച് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. കണ്ടില്ലേ, നല്ല താള് പോലെ ഉണ്ട്. ഇത് വേണമെങ്കിൽ കറിയും കൂട്ടി കഴിക്കുക രാവിലെ തന്നെ. ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ട് നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയുള്ള പാലാണ്. അപ്പോൾ അതാ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഒരു ദോശ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലാക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പഴത്തിൻ്റെ ആ കൂട്ടില്ലേ അതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് റോൾ ചെയ്തെടുക്കട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ചെയ്യാത്തവരോട് ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാപ്പാലും പഴവും കൂടി കൂടിയത് നല്ല മിക്സായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്തതും കൂടി ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബാക്കി വന്ന ദോശ ഞാൻ ഇതേപോലെ വെറും തേങ്ങാപ്പാൽ മുക്കിയിട്ട് ഇതേപോലെ മടക്കി എടുത്ത് വെച്ചിട്ട് പിന്നെ ഇതാ റോൾ ചെയ്തത് കേട്ടോ. അപ്പോൾ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. ബാക്കി തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി, എന്തായാലും ഇഷ്ടമാവും. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാനും ഒന്നും മറന്നു വെറുതെ. ഇനിയും ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം.